എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുപ്രഭാതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളെക്കുറിച്ചാണ്. നമ്മിൽ ചിലർ ഒറ്റയ്ക്കല്ലെങ്കിലും ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെടാറുണ്ട്. അന്നേരം നമ്മെ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. ഒരാളെ മനസ്സിലാക്കിപ്പിക്കാൻ പാകത്തിലൊന്നും വിശദീകരിക്കാനോ മനസ്സ് പാകപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ശാന്തമായി ഒരിടത്ത് ഇരിക്കാനേ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുകയുള്ളൂ. ഇനി 66 വയസ്സ് കഴിഞ്ഞാൽ ചിലരിൽ ഉണ്ടാകുന്ന തോന്നലുകളെക്കുറിച്ചാണ്. അതായത് 66 വയസ്സ് കഴിയുന്ന ഒരു ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നത് ഇനി നമുക്കൊണ്ട് മറ്റാർക്കും ഒരു ഗുണവും ഇല്ല എന്നുള്ള മൂഢമായ ഒരു തോന്നൽ. ഒപ്പം കുറച്ച് കഴിയുമ്പോൾ മക്കൾ നമ്മിൽ നിന്നും അകന്നു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുമോ എന്നുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു അനാവശ്യമായ തോന്നൽ. ഒരിക്കൽ ഒത്തിരി അംഗങ്ങൾ ഉള്ള വീട്ടിൽ നമ്മൾ തനിച്ചായി പോകുമെന്നുള്ള മറ്റൊരു തോന്നലും. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നടിച്ചു കാണിക്കാൻ ശ്രമിക്കേണ്ട സാഹചര്യം വന്നു ചേരുമോ എന്നും കൂടിയുള്ള ചിലരുടെ തോന്നൽ. എല്ലാവരും മറന്നുപോയി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിലും പുറമേ പുഞ്ചിരിച്ചുകൊണ്ട് മൗന ദുഃഖങ്ങൾ മറക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കുന്നതിലും ഭേദം ഓരോ വ്യക്തികളും സന്തോഷമായിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ലഭിക്കുന്ന ഓരോ ദിവസവും ഈശ്വരൻ തരുന്ന ഓരോ ബോണസ് എന്ന് മാത്രം നാം കരുതുക. നമ്മുടെ മുന്നിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവരിൽ പലരും ചിരിച്ചുകൊണ്ട് മറക്കുന്ന മൗന ദുഃഖിതരെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ മുന്നിൽ വളരെയധികം സന്തോഷവും സന്തുഷ്ടിയും ഒക്കെ ഉള്ളവർ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് തുറന്നു പറയാൻ ശ്രമിക്കാറില്ല. എന്നാൽ ഓരോ വ്യക്തികളും ഏത് പ്രായത്തിലുള്ളവരും ചിന്തിക്കേണ്ട ഒന്ന്, നമുക്ക് ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മോടൊപ്പം ഉണ്ടാകണം. അത് എത്ര അകലങ്ങളിലായിരുന്നാലും. അങ്ങനെയുള്ള വ്യക്തികളുമായി നാം ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളെ പരസ്പരം കൈമാറാൻ സാധിക്കും. എല്ലാവരും വിചാരിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഓരോ മനുഷ്യരും ഓരോ തരത്തിലുള്ള സന്തോഷത്തിനും ദുഃഖത്തിനും അടിമകളെന്നുകൂടി കണക്കാക്കുക. എല്ലാത്തിനും ഉണ്ട് ഒരു നല്ല സമയവും അല്ലാത്ത സമയവും. ഇതിനെ ഓർത്ത് നാം ആരും വ്യാകുലപ്പെടരുത്. ഉള്ളതെന്താണോ, നമുക്കിന്ന് ലഭിച്ചതെന്താണോ അതിൽ സന്തോഷം അടയുക. കുട്ടികൾ അകന്നു പോകും, നാളെ നമ്മൾ ദുഃഖിതരാകും.
നാളെ നമുക്കാരും ഉണ്ടാവില്ല എന്നുള്ള മൂഢമായ ചിന്തകൾ ഒരിക്കലും നമ്മളുണ്ടാകരുത്. ഈശ്വരൻ നമുക്ക് ഓരോന്നും കരുതി വച്ചിട്ടുണ്ട്. ഒരിക്കലും ഈശ്വരൻ ആരെയും ദുഃഖിപ്പിക്കില്ല. എല്ലാവർക്കും ആ ശക്തി സന്തോഷമേ തരൂ എന്ന് ഓർത്തു വച്ചാലും സന്തോഷത്തോടെ നേരുന്നു ഈ സുപ്രഭാതവും ഈ പകലും ഈ ത്രിസന്ധിയും. ഒപ്പം ഇന്ന് ലോകമെമ്പാടും പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലൈഫ് വിഷൻ ശ്രോതാക്കളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം ഇന്ന് ലോകത്തിൽ നാം അറിയുന്നവരും അറിയാത്തവർക്കും ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അനായാസം മാറിക്കിട്ടാനും അതിന് തരണം ചെയ്യാനുമുള്ള ശക്തി അവർക്കുണ്ടാകണമെന്ന് ഒരു നിമിഷം ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും നാളത്തെ സുപ്രഭാതത്തിൽ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.